വാർത്തകളിലേക്ക് വിശദമായി തന്നെ നമുക്ക് പോകാം. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ പത്തനംതിട്ട 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുലിനെ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡി SIT ആവശ്യപ്പെടില്ല. തിരികെ ജയിലിലേക്ക് മാറ്റും. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ലെന്ന വിവരം SIT കോടതിയെ അറിയിക്കും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഈ തെളിവുകളൊക്കെ ശേഖരിക്കുക എന്നത് അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രതിസന്ധിയായി നിലനിൽക്കുകയല്ലേ? 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് ഉച്ചയോടെ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി അവധിയായതിനാൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലാകും രാഹുൽ മാങ്കൂട്ടത്തിനെ ഉച്ചയോടെ ഹാജരാക്കുക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാകും പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് പോലീസിന്റെ നീക്കങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ യാതൊരു തരത്തിലും പോലീസിന്റെ ചോദ്യങ്ങളോട് കൃത്യമായ ഉത്തരം നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾക്ക് ശക്തി പകരാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്ന ചാറ്റുകളും അടക്കം അതിന്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം രാഹുൽ ഇതുവരെ പാസ്വേഡ് കൈമാറാൻ തയ്യാറായിട്ടില്ല. അത് ഫോൺ അൺലോക്ക് ആക്കുന്നതിനായി ആ ഫോണിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ഉണ്ട് എന്നാണ് SITയുടെ നിഗമനം. അതോടൊപ്പം ഇതുവരെ കണ്ടെത്താത്ത ഒരു ലാപ്ടോപ്പ് കൂടിയുണ്ട്. ആ ലാപ്ടോപ്പ് എവിടെയാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ അതിൽ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതിലും വ്യക്തത കൈവരികയുള്ളൂ. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഊർജിതമായി തന്നെ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇന്നലെ രാഹുലിന്റെ വീട്ടിലും അടൂരിലെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. 10 മിനിറ്റ് മാത്രമാണ് ഈ പരിശോധന നീണ്ടത്. പക്ഷെ അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിയത്തില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ മൊബൈൽ ഫോൺ അൺലോക്ക് ആക്കാൻ സമ്മതിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് മജിസ്ട്രേറ്റിനെ അന്വേഷണ സംഘം അറിയിക്കും. തുടർന്ന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങില്ല, പകരം ഡിജിറ്റൽ തെളിവുകൾ പരമാവധി ശേഖരിക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കും. രാഹുലുമായി പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതിഷേധങ്ങളാണ് അന്വേഷണ സംഘം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. അതുകൊണ്ടാണ് തെളിവെടുപ്പിനായി അടക്കം ഇനി കസ്റ്റഡിയിൽ വാങ്ങേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നതും. അതിനിടെ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവും SIT ഊർജിതമാക്കിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ രാഹുലിനെ നിയമസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു പരാതി സ്പീക്കർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള സമ്മർദ്ദം അതേറുകയല്ലേ? കഴിഞ്ഞ ദിവസമാണ് നിയമസഭാ സ്പീക്കർക്ക് ഇതുമായി ബന്ധപ്പെട്ട് DK മുരളി MLA ഒരു പരാതി കൈമാറിയിരിക്കുന്നത്. ആ പരാതി സഭയുടെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് അത് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് കൈമാറുമായിരിക്കും. അവിടെ നിന്ന് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സ്പീക്കർ പിന്നീട് അത് ഗവർണർക്ക് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനായി റിപ്പോർട്ട് സമർപ്പിക്കുക. അവിടെ നിന്നാകും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും വരുന്ന സഭാ സമ്മേളനത്തിനിടയിൽ തന്നെ ഈ രാഹുൽ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് സഭ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA അയോഗ്യനാക്കാനായി ഇത്തരത്തിൽ ഒരു പരാതി കൊണ്ടുവരുന്നതും അതുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് പ്രതിപക്ഷത്തിന്റെ കൂടെ പിന്തുണ ഒരുപക്ഷെ ലഭിച്ചേക്കും എന്നാണ് സൂചന. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.